നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32-ലെ എതിരാളികളെ അങ്ങനെ തീരുമാനമായിരിക്കുകയാണ്. 2026 വേൾഡ് കപ്പിനെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ട് കുഞ്ഞു രാജ്യമായ കപ്പ് വെർദെയാണ് അർജന്റീനക്കെതിരെ റൗണ്ട് ഓഫ് 32-ൽ കളിക്കാൻ യോഗ്യത നേടിയത്. ഒരു പരാജയം പോലുമില്ല. സ്പെയിനും ഉറുഗ്വേയുമെല്ലാം അടങ്ങിയ ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി വരുന്നു. എല്ലാവരും പ്രവചിച്ചിരുന്നത് ഉറുഗ്വേയും സ്പെയിനും ഗ്രൂപ്പ് ഘട്ടം അനായാസം കടക്കുമെന്നായിരുന്നു. എന്നാൽ സ്പെയിനിനും ഉറുഗ്വേയ്ക്കും സൗദിക്കും കപ്പ് വെർദെയെ തോൽപ്പിക്കാനായില്ല. പകരം 3 ടീമിനോടും കപ്പ് വെർദെ സമനില വഴങ്ങി 3 പോയിന്റോടെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായാണ് അവർ വേൾഡ് കപ്പ് കളിക്കാനെത്തുന്നത്. അർജന്റീനയെ വെച്ച് നോക്കുമ്പോൾ കപ്പ് വെർദെ വളരെ ചെറിയ ടീമാണ്. പക്ഷേ വലിയ അട്ടിമറി സാധ്യത കപ്പ് വെർദെക്കുണ്ട്. നമുക്കറിയാം, വമ്പൻ താരനിരയുമായി എത്തിയ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ കളച്ചവരാണ്. ഉറുഗ്വേയ്ക്കെതിരെയും സമനില. അതുകൊണ്ട് തന്നെ ഒരു നിർണായക പോരാട്ടമായിരിക്കും റൗണ്ട് ഓഫ് 32-ൽ നമുക്ക് കാണാൻ സാധിക്കുക. ജൂൺ 4-ാം തീയതി ഇന്ത്യൻ സമയം 3:30-നാണ്, അതായത് പുലർച്ചെ 3:30-നാണ് കപ്പ് വെർദെ അർജന്റീന പോരാട്ടം നടക്കുന്നത്. എന്നാൽ ഈ മത്സരത്തിൽ അർജന്റീന വിജയിച്ചു കഴിഞ്ഞാൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കാര്യങ്ങളേറെ എളുപ്പമാണ്. ഗ്രൂപ്പ് റൗണ്ട് അനായാസം കടന്നെത്തിയ അർജന്റീനക്ക് സെമി ഫൈനൽ വരെ അനായാസമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഈ ഫിക്സ്ചർ കണ്ടിട്ട് തോന്നുന്നത്. കപ്പ് വെർദെയെ മറികടന്ന് അർജന്റീന മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടിയ ഓസ്ട്രേലിയയായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ. ഇറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇറാൻ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈജിപ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ 3 ടീമുകൾ വന്നാലും അർജന്റീനക്ക് കനത്ത വെല്ലുവിളിയാകില്ലെന്നാണ് സാരം. ഈ 3 ടീമുകളെയും തകർത്തെറിയാൻ ശേഷി നിലവിൽ നിന്ന് അർജന്റീനക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീ ക്വാർട്ടർ അർജന്റീനക്ക് അത്ര വലിയ വെല്ലുവിളിയാകില്ല. ഇനി പ്രീ ക്വാർട്ടറിൽ ഈ ടീമുകളെ മറികടന്ന് അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചാൽ അവിടെയും വലിയ കനത്ത വെല്ലുവിളികൾ അർജന്റീനയ്ക്കില്ല. അർജന്റീന അവിടെ കാത്തിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ, അല്ലെങ്കിൽ യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡോ ക്രൊയേഷ്യയോ ആയിരിക്കും. ഈ ടീമുകൾ കുഞ്ഞന്മാരാണെന്നല്ല പറയുന്നത്, പക്ഷേ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ അപേക്ഷിച്ച് ഇത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. കൊളംബിയയും സ്വിറ്റ്സർലാൻഡും ക്രൊയേഷ്യയുമായിരിക്കും അർജന്റീനയെ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുക. അതുകൊണ്ട് തന്നെ കപ്പ് വെർദെയെ മറികടന്ന് പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും അർജന്റീനക്ക് കാര്യങ്ങൾ അനായാസമാകും. പിന്നെ വെല്ലുവിളി ഉണ്ടാവുക സെമി ഫൈനലിലായിരിക്കും. സെമി ഫൈനലിൽ അർജന്റീനക്കായി എതിരായി വരിക ഒന്നെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. വമ്പൻ താരനിരയുമായെത്തുന്ന ഇംഗ്ലണ്ട് അർജന്റീനക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. മറ്റൊരു ടീമായി ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീൽ വരാനാണ് സാധ്യത. ഒന്നെങ്കിൽ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ബ്രസീലോ വരാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. ഇനി അർജന്റീന സെമി ഫൈനലും കടന്ന് മുന്നേറിയെന്ന് കരുതുക. ഫൈനലിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഫ്രാൻസ് വരാനാണ്, അല്ലെങ്കിൽ നെതർലാൻഡോ സ്പെയിനോ അർജന്റീനക്കൊപ്പം വരും. സെമി ഫൈനലും അതിനുശേഷവും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. എങ്കിലും ക്വാർട്ടർ ഫൈനൽ വരെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കാര്യങ്ങൾ എളുപ്പമായ പാതയിലാണുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.